ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ. നാളെ 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യവികസനത്തിൽ സഹകരണ സംഘങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സമ്പന്നമായ ഭാരതീയ പാരമ്പര്യം സംരക്ഷിക്കാൻ പുതുതലമുറ പരിശ്രമിക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. 5ാം പനി, റൂബെല്ല എന്നീ രോഗങ്ങൾ ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം. എഴുത്തുകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ സുധാ മൂർത്തിയെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടും ആഘോഷങ്ങൾ. ആലുവ മണപ്പുറത്ത് വൻ ഭക്തജനത്തിരക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ അസം സന്ദർശനത്തിന് തുടക്കമായി. ഇന്ന് വൈകിട്ട് സോണിത്പൂർ ജില്ലയിലെ തേസ്പൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ അസം ഗവർണർ ഗുലാബ് ചന്ദ് കട്ടാരിയ, മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ കാസിരംഗ ദേശീയോദ്യാനം പ്രധാനമന്ത്രി സന്ദർശിച്ചു. നാളെ ജോർഹട്ടിൽ നടക്കുന്ന പൊതുചടങ്ങിൽ 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ ഇന്ത്യയുടെ ബ്രാൻഡിംഗിനെ പുതിയ ഉയരത്തിലെത്തിക്കാൻ കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ പ്രഥമ ദേശീയ ക്രിയേറ്റേഴ്സ് അവാർഡ് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പുരസ്കാരം സമൂഹത്തിന്റെ സൃഷ്ടിപരമായ കഴിവുകളെ അംഗീകരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനിടെയാണ് ഡാറ്റാ വിപ്ലവത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചതെന്നും ഡിജിറ്റൽ ഇന്ത്യ മിഷൻ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ ഒരു പുതിയ ലോകം സൃഷ്ടിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ 4 വ്യോമസേന യൂണിറ്റുകൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രസിഡന്റ്സ് കളേഴ്സ് സമ്മാനിച്ചു. ഉത്തർപ്രദേശിലെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിലായിരുന്നു വർണ്ണാഭമായ ചടങ്ങ് നടന്നത്. സായുധസേനാ വിഭാഗങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് പ്രസിഡന്റ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് കളേഴ്സ്. രാജ്യവികസനത്തിൽ സഹകരണ സംഘങ്ങൾ നിർണായക പങ്കാണ് വഹിക്കുന്നതെന്നും അവയെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്രമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ദേശീയ സഹകരണ ഡേറ്റാബേസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 8 ലക്ഷത്തിലധികം വരുന്ന സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും സഹകരണ മേഖലയ്ക്കുള്ളിലെ കാര്യക്ഷമമായ ആശയവിനിമയവും ഈ വിവരശേഖരത്തിൽ ഉൾപ്പെടുന്നു. സഹകരണ സംഘങ്ങളെ കൂടുതൽ സുതാര്യവും ഊർജ്ജസ്വലവും ആക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പായിരിക്കും വിവരശേഖരത്തിന്റെ സമാരംഭമെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു. സമഗ്രമായ ഡേറ്റാബേസ് നൽകുന്നതിലൂടെ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇത് സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 11 മുതൽ 13 വരെ മൌറീഷ്യസ് സന്ദർശിക്കും. മൌറീഷ്യസ് ദേശീയ ദിനാഘോഷങ്ങളിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. മൌറീഷ്യസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി തുടങ്ങിയവരുമായി ശ്രീമതി മുർമു ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. എഴുത്തുകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ സുധാ മൂർത്തിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. നാമനിർദ്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം രേഖപ്പെടുത്തി. സ്ത്രീ ശക്തിയുടെ ഉദാത്ത പ്രതീകമാകും രാജ്യസഭയിലെ സുധാമൂർത്തിയുടെ സാന്നിധ്യമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സുപ്രധാനമായ വിവിധ ആഗോള വിഷയങ്ങളിൽ ഇന്ത്യയ്ക്കും ജപ്പാനും സമാനമായ നിലപാടുകളാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ടോക്യോയിൽ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം സംബന്ധിച്ച് നിക്കൈ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് പോലുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതായും ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാട്ടി. പൊതുതിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. PM ജൻമൻ പദ്ധതിക്ക് കീഴിൽ കഴിഞ്ഞ 3 മാസങ്ങൾക്കിടെ 7,000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾക്ക് അനുമതി നൽകിയതായി കേന്ദ്ര സർക്കാർ. അതിദുർബല ഗോത്ര വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് PM ജൻമൻ അഭിയാൻ നടപ്പിലാക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തോടെ രാജ്യത്തുടനീളം 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പ്രവർത്തനക്ഷമമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട. ഇതിൽ 401 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ പൂർത്തിയായി കഴിഞ്ഞു. ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സ്കൂളുകളിലേക്ക് 10,000 അധ്യാപകരെ നിയമിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 10,000 അധ്യാപകരെ കൂടി ഉടൻ നിയമിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാവരെയും ഏകീകരിക്കുന്ന ശക്തിയാണ് സംസ്കാരമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. സമ്പന്നമായ ഭാരതീയ പാരമ്പര്യം സംരക്ഷിക്കാൻ പുതുതലമുറ പരിശ്രമിക്കണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. തിരുവനന്തപുരം കോവളത്ത് നടന്ന രാജാനക പുരസ്കാരദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ബൌദ്ധികവും ആത്മീയവുമായ ഐക്യത്തെ പ്രകീർത്തിക്കുന്നതാണ് രാജാനക പുരസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു. മീസിൽസ്, റുബെല്ല എന്നീ രോഗങ്ങൾ ചെറുക്കുന്നതിനുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയ്ക്ക് പുരസ്കാരം. മീസിൽസ് ആന്റ് റുബെല്ല ചാമ്പ്യൻ അവാർഡാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത്. മാർച്ച് 6-ന് വാഷിംഗ്ടണിലെ അമേരിക്കൻ റെഡ് ക്രോസ് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനുവേണ്ടി ഇന്ത്യൻ അംബാസഡർ ശ്രീപ്രിയ രംഗനാഥൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വിശദാംശങ്ങളിലേക്ക്. പൊതുജനാരോഗ്യ രംഗത്തോടുള്ള ഇന്ത്യയുടെ അചഞ്ചലമായ പ്രതിബദ്ധതയും കുട്ടികൾക്കിടയിൽ ഈ പകർച്ചവ്യാധികൾ പടരുന്നത് തടയുന്നതിലെ മികച്ച നേതൃത്വവും ഈ പുരസ്കാരത്തോടെ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സമഗ്രമായ ഇടപെടലുകളിലൂടെ 5ാം പനി, റുബെല്ല വ്യാപന നിരക്ക് കുറയ്ക്കുന്നതിലും പകർച്ചവ്യാധികൾ തടയുന്നതിലും ഇന്ത്യ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചു. രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകർ, ആരോഗ്യ പരിപാലന വിദഗ്ധർ, നയരൂപകർത്താക്കൾ തുടങ്ങിയവരുടെ അർപ്പണബോധത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സാക്ഷ്യം കൂടിയാണ് പുരസ്കാരമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായി രാജ്യത്തെ 50 ജില്ലകളിൽ കഴിഞ്ഞ 12 മാസത്തിനിടെ 5ാം പനിയും 226 ജില്ലകളിൽ റുബെല്ലയും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കൻ റെഡ് ക്രോസ്, ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൌണ്ടേഷൻ, ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻസ് ആൻഡ് ഇമ്മ്യൂണൈസേഷൻ, യൂണിസെഫ്, ലോകാരോഗ്യ സംഘടന എന്നിവ ഉൾപ്പെടുന്ന മൾട്ടി ഏജൻസി പ്ലാനിംഗ് കമ്മിറ്റിയാണ് മീസിൽസ് ആൻഡ് റുബെല്ല പങ്കാളിത്തത്തിൽ ഉൾപ്പെടുന്നത്. 5ാം പനിയും റുബെല്ലയും തടയുന്നതിൽ ഈ സംഘടനകൾ പ്രതിജ്ഞാബദ്ധമാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ നെല്ല് സംഭരിച്ച കർഷകർക്ക് രസീത് നൽകി 15 ദിവസത്തിനകം സംഭരണ തുക നൽകാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി GR അനിൽ. ഈ സീസണിൽ ഭൂമിയുടെയും തൂക്കത്തിന്റെയും പരിധിയില്ലാതെ നെല്ല് സംഭരണം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. KSFയുടെ അംഗീകൃത ഓഹരി മൂലധനം 250 കോടി രൂപയാക്കി ഉയർത്തിയതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നിലവിലെ അംഗീകൃത മൂലധനം 100 കോടി രൂപയായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ വിവിധ ചെറുകിട സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുമെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. ഈ പലിശ നിരക്ക് ജൂൺ 30 വരെ തുടരുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്കായി നിക്ഷേപിക്കുക, പുരോഗതിയെ ത്വരിതപ്പെടുത്തുക എന്ന പ്രമേയവുമായി വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണത്തെ അഭിസംബോധന ചെയ്യുന്നതിനാണ് ഇത്തവണത്തെ ദിനാചരണം ശ്രദ്ധ ചെലുത്തുന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഇന്ത്യൻ പൌരന്മാരെ റഷ്യൻ സൈന്യവുമായി ബന്ധപ്പെട്ട ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ച സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ഇന്ത്യക്കാരെ ഇത്തരം ഇടങ്ങളിലേക്ക് അയക്കുന്ന ഏജന്റുമാർക്കെതിരെ ശക്തമായ നടപടി ആരംഭിച്ചതായി മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വനിതാ ദിനത്തിൽ ഗാർഹികാവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ വില 100 രൂപ കുറച്ച് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടും ശിവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ശിവരാത്രിയോടനുബന്ധിച്ച് കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നു. പിതൃതർപ്പണത്തിനായി ആലുവ മണപ്പുറത്ത് ജനലക്ഷങ്ങൾ എത്തും. ഇന്ന് അർദ്ധരാത്രി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി വിളക്കും എഴുന്നള്ളിപ്പും കഴിഞ്ഞാണ് ഔപചാരികമായി ബലിയിടൽ തുടങ്ങുക. ഇംഗ്ലണ്ടിനെതിരെയുള്ള 5ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് 255 റൺസിന്റെ ലീഡ്. 1ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് നേടിയ 218 റൺ പിന്തുടർന്ന് കളത്തിലിറങ്ങിയ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 473 റൺസ് എന്ന നിലയിലാണ്. ന്യൂസിലൻഡ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ വിൻസ്റ്റൺ പീറ്റേഴ്സിന്റെ 4 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഞായറാഴ്ച ആരംഭിക്കും. അഹമ്മദാബാദ്, ന്യൂഡൽഹി എന്നിവിടങ്ങൾ വിൻസ്റ്റൺ പീറ്റേഴ്സ് സന്ദർശിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിൽ. നാളെ 18,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. രാജ്യവികസനത്തിൽ സഹകരണ സംഘങ്ങൾ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സമ്പന്നമായ ഭാരതീയ പാരമ്പര്യം സംരക്ഷിക്കാൻ പുതുതലമുറ പരിശ്രമിക്കണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. 5ാം പനി, റൂബെല്ല എന്നീ രോഗങ്ങൾ ചെറുക്കുന്നതിനുള്ള ഇന്ത്യയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് അന്താരാഷ്ട്ര അംഗീകാരം. എഴുത്തുകാരിയും വിദ്യാഭ്യാസ പ്രവർത്തകയുമായ സുധാമൂർത്തിയെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. ഇന്ന് മഹാശിവരാത്രി. രാജ്യമെമ്പാടും ആഘോഷങ്ങൾ. ആലുവ മണപ്പുറത്ത് വൻ ഭക്തജനത്തിരക്ക്.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.